അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് തഫ്സീറുകളിൽ ഇബ്നു കസീർ പോലത്തെ ഒരുപാട് ഹദീസ് മിഷ്കാത്തുരയ്ക്ക് നമുക്ക് നോക്കിയാൽ കാണുന്ന, റൂഹുൽ ബയാനിൽ നോക്കിയാൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റം സ്വാഭാവികം എടുത്തു നോക്കിയാലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ പേര് തന്നെ ആഗ്രഹങ്ങളുടെ താക്കോൽ എന്നാണ്. ആഗ്രഹങ്ങൾ ആവശ്യങ്ങളുടെ താക്കോൽ എന്നും, നിരവധി ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഇത് കാരണം കൊണ്ട് ഇല്ലാതെയാകുമെന്ന് പണ്ഡിതന്മാർ അവർക്കുള്ള കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ ഒരു താക്കോൽ പിടിച്ച് തൻ്റെ പ്രശ്നങ്ങളെ തുറക്കുകയാണെങ്കിൽ ഏത് വലിയ പ്രശ്നമാണെങ്കിലും അതിനൊരു പരിഹാരം ഉറപ്പായി കിട്ടുമെന്നാണ്. ബഹുമാനപ്പെട്ട തഫ്സീറുകളിൽ റൂഹുൽ ബയാനിൽ ഇതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഓരോന്നായി ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പറയുന്നത്, ഒരാൾ വിശക്കുന്നവൻ ഈ ഒരു കാര്യം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിശപ്പ് അകറ്റുമെന്നാണ്. അതുപോലെ ഒരു ദാഹിക്കുന്നവൻ ഓതുകയാണെങ്കിൽ ദാഹം തീർക്കുമെന്നാണ്. അതുപോലെ വസ്ത്രമില്ലാത്തവനാണെങ്കിൽ അവനിക്ക് അല്ലാഹു നല്ല വസ്ത്രം അല്ലാഹു നൽകുമെന്നാണ്. ഒരാളെ ഭയപ്പെട്ട് കഴിയുകയാണ്, പേടിയാണ്, അദ്ദേഹത്തിൻ്റെ ഭയം അല്ലാഹു ഇല്ലാതെയാക്കും. അതുപോലെ ഒരാൾ ഏകാന്തയിൽ ഒരാളുമില്ലാതെ ഒറ്റപ്പെട്ട് വലിയ സങ്കടത്തിലാണ്, തനിക്കാരുമില്ലെന്ന്, തന്നെ കേൾക്കാൻ, തന്നെ പരിഹരിക്കാൻ, തൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുമില്ലെന്ന് സങ്കടപ്പെടുന്നവനിക്ക് ഇതും പരിഹാരമാണ്. ഒരു ദരിദ്രനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചെയ്താൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കുമാണ്. അവൻ്റെ ദാരിദ്ര്യം അല്ലാഹു ഇല്ലാതെയാക്കും. ഒരാൾ തടവറയിൽ കഴിയുന്ന ആളാണ് ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു മോചനം നൽകുകയാണ്. അതുപോലെ ഒരാൾ വഴിതെറ്റി നടക്കുന്ന ഒരാളാണ് ഈ കാര്യം ചെയ്താൽ അല്ലാഹു അവനക്ക് വഴി കാണിച്ചു കൊടുക്കും. ഒരാൾ കടം കയറിയ ആൾ വിഷമിക്കുകയാണ്, അയാളാണ് എങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ കടങ്ങൾ വീട്ടി റാഹത്താക്കുമെന്ന് കിതാബുകളിൽ റൂഹുൽ ബയാനിൽ നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. തഫ്സീറുകളിൽ ഇതിനെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ്. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചില മഹാരഥന്മാർ ഉണർത്തുകയാണ്, പ്രയാസകരമായ ഏതൊരു കാര്യം എളുപ്പത്തിലാകണമെന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി, അല്ലാഹു തആല അത് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ഒരാൾ മരണമാസന്നമായവരുടെ അടുത്താണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മരണം എളുപ്പത്തിലാക്കി കൊടുക്കും. അനുഗ്രഹവും ബർക്കത്തും ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്ന് ഇബ്നു കസീറിൽ അവൻ്റെ റൂഹ് എളുപ്പത്തിൽ പുറത്തു പോകുമെന്നും ഇബ്നു കസീറിൽ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു അൻഹു പറയുന്നു, രാവിലെ ഒരാൾ അല്ലെങ്കിൽ ഇത് പാരായണം ചെയ്താൽ തീർച്ചയായും ആ വ്യക്തിയുടെ മുഴുവൻ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ്. അന്നത്തെ ആ ദിവസത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ദാരിമി, അതുപോലെ മിഷ്കാത്ത് 189 ഹദീസായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വലിയ ഒരു മരണമാസന്നമായ ഒരു സ്ഥലത്താണ്. അവിടേക്ക് ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണവേദന എളുപ്പമാക്കി അല്ലാഹു കൊടുക്കുമെന്നാണ്. റഹ്മത്തിൻ്റെ മലക്കിറങ്ങുമെന്നാണ്. ഓരോ അക്ഷരത്തിന് പകരമായി 10 വിഹിതം മലക്കുകൾ ഇറങ്ങുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ പാരായണം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ തീർച്ചയായും സാധിക്കും. പ്രയാസങ്ങളുള്ളവർ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു കാര്യം, ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾക്ക്, നമ്മുടെ സങ്കടങ്ങൾക്ക് അതൊക്കെ പരിഹാരമാണ്. ചില ആളുകളൊക്കെ ആരോടെങ്കിലും എൻ്റെ ഇന്നാലെന്ന കാര്യം എന്ന് പറയുമ്പോൾ അവർ പറയും,
അത് നടക്കില്ല, അത് നടക്കുന്ന കാര്യമേ അല്ല. കാരണം അത് നടക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ എല്ലാം ഇവിടെ നടത്തുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കുൻ ഫയക്കൂൻ, അവനിക്കെല്ലാം സാധിക്കും. ഇന്നക ലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നാം ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മഹാരഥൻ പഠിപ്പിച്ച ഈ നേട്ടങ്ങൾ മാത്രമല്ലല്ലോ, ഹദീസിലൊക്കെ പ്രത്യേകിച്ച് ഇതൊരു സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ സൂറത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടോ, ആ നേട്ടങ്ങൾ കിട്ടും. അതോടൊപ്പം മഹാരഥന്മാർ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള പരിഹാരവും നമുക്ക് കിട്ടുന്നതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം അള്ളാഹു തീർക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ ഉണ്ട്. അള്ളാഹുർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളുടെ പ്രശ്നങ്ങൾക്ക് ഇത് മതി, ഇതിനേക്കാൾ അപ്പുറമൊന്നില്ല. അത്രയ്ക്കും സ്വഹിയായ ഹദീസുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മിഫ്താഹാണ് ഇത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ മുറുകെ പിടിക്കുക. മുത്തായ റസൂലും പണ്ഡിതന്മാർ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് അനുഗ്രഹമാണ്. ഈ ഒരു സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ടാകും. അത്തരക്കാർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഇത് ഓതാനുള്ള ഒരു പ്രചോദനവും ഉണ്ടായിരിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങളെ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള നല്ല മരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നൽകട്ടെ. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ അഹ്ലൽ ഖുർആൻ, ഖുർആൻ്റെ അഹ്ലിക്കാർ അതെന്ന് പറയുന്നത് ഖുർആൻ്റെ അഹ്ലിക്കാരായി അള്ളാഹു നമുക്ക് ഖുർആൻ്റെ അഹ്ലിക്കാരാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. ഇരു ലോകത്തും ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ അത് മതിയെന്നാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഖുർആൻ്റെ അഹ്ലിക്കാരിൽ പെടുത്തട്ടെ. നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. പ്രയാസങ്ങളുടെ താക്കോല്, ഖുർആൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് യാസീൻ ഒരു ദിവസം 3 തവണ വെച്ച് നാം അത് പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു ദിവസം നാം രാവിലെ എഴുന്നേറ്റ് ഈ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അന്നത്തെ ദിവസത്തെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നമുക്ക് മാറ്റി നൽകും. അതുപോലെ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ, നമുക്കൊരു കൂട്ടുകാരനില്ല എന്നിങ്ങനെ വിഷമിച്ച് കഴിയുമ്പോൾ, ഒറ്റപ്പെട്ടോ എന്നിങ്ങനെ സങ്കടപ്പെടുമ്പോൾ ഈ സൂറത്ത് യാസീൻ നമുക്കൊരു കൂട്ടുകാരനാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്ത് യാസീൻ എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി നമ്മുടെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് പാരായണം ചെയ്തു നോക്ക്. ഒരു 3 ദിവസം മതി എൻ്റെ പ്രിയപ്പെട്ടവരെ. ആത്മാർത്ഥമായി നാം ഇത് പാരായണം ചെയ്താൽ അള്ളാഹു നമുക്കിതിന് വലിയ പരിഹാരം നൽകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.